ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 16-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യം. ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. കനത്ത വെയിലുള്ള ഒരു ദിവസം രാജുവും സേതുവും കൂടെ നടന്നു പോകുമ്പോൾ രാജു പറഞ്ഞു, എനിക്ക് മഴ എന്തിഷ്ടമാണെന്നറിയാമോ? സേതു പറഞ്ഞു, എനിക്ക് കുറച്ച് വെയിൽ കൂടെ വേണം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു കാറ്റും മഴയും വന്നു. രാജു ഓടി ഒരു കടത്തിണ്ണയിൽ കയറി നിന്നു. അപ്പോൾ സേതു ചോദിച്ചു, മഴ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്താണ് മഴ നനയാതെ കടത്തിണ്ണയിൽ കയറിയത്? രാജു പറഞ്ഞു, മഴ ഇഷ്ടമാണെങ്കിലും എപ്പോഴും അത് നനയാൻ പറ്റില്ല. കാറ്റും എനിക്കിഷ്ടമാണ്, പക്ഷേ വലിയ കാറ്റടിക്കുന്നത് പ്രയാസമാണ്. വെയിൽ ഇഷ്ടമാണെന്ന് പറയുന്ന നീ എപ്പോഴും വെയിലത്ത് തന്നെ നിൽക്കുവാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? സേതു പറഞ്ഞു, അത് സാധ്യമല്ലല്ലോ. ഈ ഭൂമിയിൽ പലതും നമുക്കിഷ്ടമാണ്, പക്ഷേ ആ ഇഷ്ടങ്ങളെല്ലാം എന്നും നിലനിൽക്കില്ല. അവയിലെല്ലാം ചില അനിഷ്ടങ്ങളും കാണുവാൻ കഴിയും. എന്തെന്നാൽ നാം ഇഷ്ടപ്പെടുന്നവയെല്ലാം ഗുണകരമായി ഭവിക്കണം എന്നില്ല. ഗുണപ്രദം എന്ന് തോന്നിയാലും അവയെല്ലാം നന്മയാകണമെന്നും ഇല്ല. അഥവാ നന്മയെന്ന് തോന്നിയാലും ആത്യന്തികമായി അവ നന്മയാണ് എന്നും പറയാനാവില്ല. ആത്യന്തികമായി നന്മയുള്ളത് തിരിച്ചറിയുക എന്നതാണ് ആവശ്യം. അത് നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട് മാത്രം സാധ്യമായി എന്നും വരില്ല. നമ്മുടെ പാണ്ഡിത്യമോ വൈഭവമോ മറ്റു ശ്രേഷ്ഠതകളോ ആത്യന്തികമായ നന്മ എന്തെന്ന് തിരിച്ചറിയുവാൻ സഹായകരമാകണമെന്നില്ല. താൽക്കാലികമായി അത് സമയത്തെ സാഹചര്യത്തിൻ്റെ വെളിച്ചത്തിലാണ് പലതും നല്ലതോ തീയതോ എന്ന് നാം നിർണ്ണയിക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നല്ലത് എന്ന് നാം കരുതിയത് മറ്റൊരു സാഹചര്യത്തിൽ അശേഷം പോലും ഉചിതമായിരിക്കണം എന്നുമില്ല. മാത്രമല്ല, ഇന്നത്തേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കാം നാളത്തെ സാഹചര്യങ്ങൾ. അതിനാൽ ഇന്നത്തെയും നാളത്തെയും എന്നത്തെയും സാഹചര്യങ്ങളെ മുൻകൂട്ടി അറിയുവാൻ കഴിയുന്നവരായി മനുഷ്യവർഗത്തിൽ ആരും തന്നെയില്ല. അങ്ങനെ അറിയുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. ആകയാൽ ദൈവത്തിൽ ആശ്രയിച്ച് ആത്യന്തിക നന്മ എന്തെന്ന് ഗ്രഹിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ എല്ലാം അറിയുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ പതറിപ്പോകുവാൻ ഇടയാവില്ല. ദൈവത്തിൽ ആശ്രയിച്ച് നമുക്കും മുൻപോട്ട് പോകാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ നിയോഗപ്രകാരം മുൻപോട്ട് ജീവിപ്പാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവി ഞങ്ങളെയും സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.